ആത്മാവുറങ്ങും കാടിൻ പാതയിലെങ്ങോ ഇരുട്ടിൻ കമ്പളം പുതച്ച ദിശയിൽ നിലാപ്പക്ഷി തേങ്ങി നീങ്ങി. ആത്മാവിൽ തുടർന്നൊരു കവിത. എന്താ മിക്കവാറും മഞ്ചരിയായിരിക്കും. മഞ്ചരി. എന്നാൽ ഈ കഴിവൊക്കെ എവിടെയായിരുന്നു അത്രയും കാലം? അടുത്തത് ഏത് പ്രാസത്തെ തുടങ്ങണം? ഏട്ടാ, നശിപ്പിച്ച്. ഈ പ്രേതമൊക്കെ ശരിക്കുണ്ടോ? ഇപ്പോൾ സമയം എത്ര മണിയായി? ഇപ്പോൾ ഒരു 11 മണി. അങ്ങനെയാണ് പ്രേതം കൊണ്ട് കഴിഞ്ഞ് കാണും. ഇതിപ്പോൾ എന്താ വല്ല പ്രേതകഥ കണ്ട് പേടിച്ചോ? ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനത്തെ കൂടെ ചോദ്യങ്ങളായിട്ട് വരില്ല. അതല്ല, ബേബിയുടെ വീടിൻ്റെ അടുത്തേ ഒരു പെൺകുട്ടിക്ക് പ്രേതം കൂടിയത്രേ. ഏത് ബേബി? മഹിളാ സമാജത്തിലെ ബേബി. ഓ, നമ്മുടെ PhD ബേബി. പക്ഷെ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പ്രേതം ആ വഴിക്ക് പോകാൻ സാധ്യതയേ ഇല്ല. കളിയാക്കണ്ട, ബേബി കള്ളം പറയാറില്ല. അതെനിക്ക് അനുഭവമുള്ളതാണല്ലോ. എടി, ഇന്ന് April 1 അവൾ നിന്നെ പറ്റിക്കാൻ വല്ലതും ചെയ്താവോ? ഏപ്രിൽ ഫുള്ളോ? ഈ രാത്രിയിലോ? എടി, ഈ ഫൂളാക്കാൻ രാത്രിന്ന് പകലൊന്നൊന്നുമില്ല. പാകത്തിന് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രാത്രിയോ പകലൊന്നുമില്ല. ഫൂളാക്ക തന്നെ. നീ ഫൂളായി, അത് തന്നെ. അപ്പോൾ പ്രേതമില്ലേ? ഈ പാതിരാത്രിക്ക് വേറെ ഒരു വിഷയമൊക്കെ കണ്ടില്ല കൊണ്ടുവരാൻ. ഓ, പേടിയാലേ. എടേ, ഇരുട്ടിൻ്റെ കട്ട പിടിച്ച് കിടക്കുന്ന കാടുകൾക്കും കാതടപ്പിക്കുന്ന ചെന്നായ്ക്കളുടെ ഓരിടലിനും ഭയത്തിൻ്റെ ഒരു നിഴൽ പോലും എന്നിൽ വീഴ്ത്താൻ ഇന്നു വരെ പറ്റിയിട്ടില്ല. പിന്നെ നിൻ്റെ ഒരു ബേബി. ശരിക്കും? എന്നാൽ നിന്നോട് ഞാനൊരു സത്യം പറയാം. പ്രേതമുണ്ട്. അത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു അനുഭവമുണ്ട്. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടിനാണ്. ഈ പള്ളിപ്പുറം എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോപ്പ് കേട്ടിട്ടുണ്ടോ? ഇവിടുന്ന് കോഴിക്കോട് നമ്മൾ തൃശ്ശൂരേക്ക് പോകുമ്പോൾ കുറ്റിപ്പുറം കഴിഞ്ഞിട്ടുള്ളൊരു സ്റ്റോപ്പാണ് പള്ളിപ്പുറം. ഭയങ്കര എന്താ പറയുക, ഭീതിജനകമായിട്ടുള്ളൊരു സ്റ്റേഷനാണത്. ചുറ്റും പാടങ്ങളും പിന്നെ ഒന്നൊന്ന് ഉറക്ക വിളിച്ച് കഴിഞ്ഞാൽ ഒരാൾ പോലും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സ്ഥലം. അതിപ്പോൾ ഏത് ഉച്ചയ്ക്ക് നീ പോയാലും അതാണ് അവസ്ഥ. അവിടെ എനിക്കൊരു ഓട്ടോ ഓടിക്കുന്നൊരു ഫ്രണ്ടുണ്ട്. എനിക്ക് വേറെ രീതിയിൽ പരിചയമുള്ള ഒരാളാണ്. അങ്ങനെ അത്ര അടുത്തൊന്നും അറിയില്ല. പക്ഷേ ആൾക്കൊരു അനുഭവം ഉണ്ടായി. അത് വേറെ ആൾക്കാർ പറഞ്ഞിട്ടേ അറിഞ്ഞാൽ. പക്ഷേ ആളുടെ സിറ്റുവേഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം രാത്രി ഈ പള്ളിപ്പുറത്തേക്ക് ഒരു സവാരി കിട്ടി ഓട്ടോയ്ക്ക്. സ്റ്റേഷനിൽ കൊണ്ടാക്കി തിരിച്ചു പോരുകയെന്ന് മാത്രം. സാധാരണ ഈ ആ സമയത്ത് അങ്ങോട്ടാരും പോകാറില്ല. അങ്ങനെ ഇവൻ എന്ത് ചെയ്തു, വേഗം കൊണ്ടാക്കി പോരാമെന്ന് വിചാരിച്ചിട്ട് ആളെയും കൂട്ടിയിട്ട് പള്ളിപ്പുറം സ്റ്റേഷനിലേക്ക് പോയി. പള്ളിപ്പുറം സ്റ്റേഷനിൽ ആളെ ആക്കി തിരിച്ചു വന്നു. തിരിച്ച് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ചുറ്റും പാടങ്ങളും കാര്യങ്ങളാണ്. ഒരാൾ പോലും ഉണ്ടാവില്ല, ലൈറ്റ് പോലും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ തിരിച്ച് വരുന്ന വഴി റോഡിൻ്റെ സൈഡിലായിട്ട് ഒരു സ്ത്രീ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ത്രീൻ്റെ കയ്യിലൊരു ചെറിയ കുട്ടിയുണ്ട്. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു, ഈ പോണ പോക്കൊന്ന് സൈഡാക്കിയിട്ട് ആ സ്ത്രീനോട് പറഞ്ഞു, ഇത് അത്ര സുഖമില്ലാത്തൊരു സ്ഥലമാണ്, ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട, ഓട്ടോയിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും വെളിച്ചുള്ള സ്ഥലത്ത് നിർത്തി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കൂളായിട്ട് ഓട്ടോയിലേക്ക് കയറുകയും ചെയ്തു. ഇവൻ എന്ത് ചെയ്തു, ഇവരെയും കൂട്ടി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ആ പോണ വഴിക്ക് ഒരാൾ ഓട്ടോയ്ക്ക് കൈ കാണിച്ചു. ഈ കൈ കാണിച്ച ആൾ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ആടി ഇങ്ങനെ നടക്കുന്ന ഒരാൾ. അപ്പോൾ ഇവൻ വിചാരിച്ചു ഫിറ്റായിരിക്കണം. അപ്പോൾ ആൾ കൈ കാണിച്ചപ്പോൾ തന്നെ ഇവൻ പറഞ്ഞു, ബാക്കിലൊരു സ്ത്രീ ഉണ്ട്, കയറുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ കയറിയാൽ മതി, ഞാൻ ലൈറ്റുള്ള ഒരു സ്ഥലത്ത് ഇറക്കി തരാം, സവാരി പോകുന്നില്ല എന്ന് പറഞ്ഞു. അയാൾ എന്ത് ചെയ്തു, ശരിയെന്ന് പറഞ്ഞിട്ട് കയറുകയും ചെയ്തു. അങ്ങനെ ഓട്ടോ ഇങ്ങനെ കുറച്ചും കൂടി മുമ്പോട്ടേക്ക് പോവുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവനൊരു ബുദ്ധിമുട്ട് തോന്നി. ആർക്ക്? ഡ്രൈവർക്ക്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷർട്ട് ഇങ്ങനെ നനയുകയാണ്. അപ്പോൾ എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കിയപ്പോൾ ശരീരത്തിൽ, അതായത് ഷർട്ടിൻ്റെ മുകളിൽ ഫുള്ള് ബ്ലഡാണ്, ബ്ലഡ് മയം. അപ്പോൾ നോക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിലൊരാളിരുത്തിയുണ്ടല്ലോ ഫ്രണ്ടിൽ, അയാൾ പിടിക്കുക, അതായത് ഓട്ടോയിൽ പോകുന്ന സമയത്ത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് തോൾ കൂടെ കൈയിട്ടൊരു കമ്പിയിൽ പിടിച്ച് നിൽക്കുകയായിരുന്നു.
കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇയാളെ കൈ തന്നെ കടിച്ചിട്ട് പൊളിക്കുകയാണ് കൈ. എന്നിട്ട് അതൊന്ന് ബ്ലീഡിങ് വന്നിട്ട് ഷർട്ട് മുഴുവൻ നിറഞ്ഞു. ഇവനാകെ പേടിച്ച്. ഇവൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ഈ കാണിക്കണേ, എൻ്റെ ഷർട്ടിൽ മുഴുവൻ ബ്ലഡാണല്ലോ, നിങ്ങൾക്ക് സ്വന്തം കൈ കടിച്ച് പറിച്ചിട്ട് എന്താ ഭ്രാന്തുണ്ടോ എന്ന് ചോദിച്ചു. ഇയാൾ പറഞ്ഞേ, എൻ്റെ കൈ കടിച്ച് പറിക്കുന്നിട്ട് കണക്ക് ഇങ്ങനെ ഈ ഒന്ന് തിരിഞ്ഞു നോക്കുമെന്ന് പറഞ്ഞു. ഇവൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഓട്ടോറിക്ഷേൻ്റെ പിന്നിൽ കറുത്ത വലിയൊരു രൂപം. അതെന്താ ചെയ്യണമെന്നറിയോ? ഒരു കുട്ടീനെ മടിയിൽ വെച്ച് പൊളിച്ചിട്ട് ഇങ്ങനെ തിന്നുന്നത്. ചോരാ ചോരാ എന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ അടുത്താണ് അവൾ പ്രേതകഥയും ചോദിച്ചു വന്നത്. ചെന്നിട്ട് നിൻ്റെ ബേബീനെയും പറയും, അവൾ പിടിക്കട്ടെ. എല്ലാവരും കവിത എഴുതുന്നിടത്ത് വന്നിട്ടാണ് അവൾ. ആത്മാവുറങ്ങുന്നു. പുല്ല് ഇത് ശരിക്കും ഉണ്ടാ? റിസ്ക് എടുക്കണ്ട. അവളെ പേടിപ്പിച്ചിട്ട് മനുഷ്യൻ്റെ ഉള്ള കാര്യവും പോയി. നാളെ എഴുതാം. അച്ചു അച്ചു അപ്പോഴേക്ക് പേടിച്ചാ? ഞാൻ വെറുതെ പറഞ്ഞതാ. ഇവളൊരു കാര്യം. ഇത്രയേ ഉള്ളൂ. ഞാൻ എന്നാ വിചാരിച്ചാൽ എനിക്ക് കുറച്ച് ധൈര്യമൊക്കെ ഉണ്ടെന്നാ. അയ്യേ ഡോ അച്ചു. കുട്ടേട്ടാ, കുറച്ച് കഞ്ഞി എടുക്കട്ടെ?